അപ്പോൾ അങ്ങനെ ഡാറ്റാബേസിൽ പോയിട്ട് ഡാറ്റ എടുത്ത് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സെർവറും ഡാറ്റാബേസായിട്ടുള്ളൊരു കണക്ഷൻ അവിടെ ബിൽഡ് ചെയ്യണം. അതിന് ശേഷമാണ് ഇതുപോലുള്ള ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലോ നടക്കുകയുള്ളൂ. അപ്പം നമുക്ക് ആദ്യം നോക്കാനുള്ളത് എങ്ങനെ സെർവറിനെ നമ്മുടെ ഡാറ്റാബേസായിട്ട്, അതായത് നമ്മുടെ ഇവിടുത്തെ MySQL ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെയാണ് ഓപ്പൺ എ കണക്ഷൻ ടു MySQL. ആദ്യം നമുക്ക് MySQL ആയിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെസിഫൈ ദ ഡാറ്റാബേസ് വി വാണ്ട് ടു ഓപ്പൺ. ഏത് ഡാറ്റാബേസാണ് നമുക്കവിടെ ഓപ്പൺ ചെയ്യേണ്ടത്? MySQL തന്നെ ഒരുപാട് ഡാറ്റാബേസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് ഡാറ്റാബേസാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഡാറ്റാബേസ് നമുക്കവിടെ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം റിട്രീവ് ഡാറ്റ ഫ്രം ഓർ ഇൻസേർട്ട് ഡാറ്റ ഇൻ ടു ഡാറ്റാബേസ്. അതിനുശേഷം എന്ത് ചെയ്യണം? ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റാസ് എടുക്കുകയോ അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുകയോ ചെയ്യണം. എല്ലാ ഓപ്പറേഷനും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ആ കണക്ഷൻ അവിടെ ക്ലോസ് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്, നമുക്ക് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1 പറയുന്നുണ്ട് ഓപ്പൺ എ കണക്ഷൻ ടു MySQL. എങ്ങനെ നമുക്ക് MySQL ആയിട്ട് സെർവറിനെ കണക്ട് ചെയ്യാം. ഇവിടെ MySQL_connect എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് PHPയും MySQL ഡാറ്റാബേസ് സെർവറും തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. PHPയും MySQLും തമ്മിൽ കണക്ട് ചെയ്യാൻ MySQL_connect എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇനി MySQL കണക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നമുക്കറിയാം ആ കണക്ഷൻ അവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ MySQL_connect എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 3 ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ പാസ് ചെയ്യും. എന്തൊക്കെയാണ് 3 ആർഗ്യുമെൻറ്റ്സ്? 1 ഹോസ്റ്റ് നെയിം അല്ലെങ്കിൽ സെർവർ നെയിം, 2 യൂസർ നെയിം, 3 പാസ്വേഡ്. ഇങ്ങനെ 3 ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ ഈ ഫംഗ്ഷനോടൊപ്പം തന്നെ വിടുന്നുണ്ട്, അതായത് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം നമുക്ക് സക്സസ്ഫുള്ളി നമ്മുടെ ഡാറ്റാബേസ് ആയിട്ടുള്ള കണക്ഷൻ അവിടെ നടന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇൻ കേസ് ആ കണക്ഷനിൽ എന്തെങ്കിലും ഒരു എററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള എറർ മെസ്സേജ് വരികയും ചെയ്യും. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് ഇവിടെ താഴെ ഒരു ബ്ലൂ കളറിൽ തന്നിട്ടുണ്ട്. $link_id അതൊരു വേരിയബിളാണ്. link_id എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. MySQL_connect ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നു. ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹോസ്റ്റ് നെയിമാണ്, അല്ലെങ്കിൽ സെർവർ നെയിമാണ്, യൂസർ ID, അതുപോലെ പാസ്വേഡ്. ഇത്രയും കൊടുക്കുക, സെമിക്കോളൻ ഇടുക. ഇങ്ങനെയാണ് MySQL